മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ 50 kV എക്സ്റേ മെഷീൻ സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA. പദ്ധതിക്കായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 47,50,000 രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ 50 kV എക്സ്റേ മെഷീൻ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രത്യേക അനുമതി നൽകിയതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. അനസ്തേഷ്യ വർക്ക് സ്റ്റേഷനും ഇതോടൊപ്പം നിർമ്മിക്കും. മാത്യു കുഴൽനാടൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 47,50,000 രൂപയാണ് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത്. മുൻപ് അൾട്രാസൗണ്ട് സ്കാനർ, അനസ്തേഷ്യ വർക്ക് സ്റ്റേഷൻ എന്നിവ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ എക്സ്റേ മെഷീൻ അടിയന്തരമായ ആവശ്യമായി വന്നതോടെയാണ് പദ്ധതിയിൽ മാറ്റം വന്നത്. പദ്ധതിയുടെ പ്രാധാന്യം മാത്യു കുഴൽനാടൻ MLA ധനം വകുപ്പിനെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് പ്രത്യേക അനുമതി നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. എത്രയും വേഗത്തിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കും. മൂവാറ്റുപുഴയിലെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് MLA പറഞ്ഞു. ചർമ്മത്തിലെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും ഉപരിതല ചികിത്സകൾക്കും പ്രയോജനകരമായ എക്സ്റേ യൂണിറ്റാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ശരീരഭാഗങ്ങളിലെ ഒടിവുകളും തകരാറുകളും വളരെ വ്യക്തമായി ഇത്തരം എക്സ്റേ യൂണിറ്റുകളിൽ കാണാൻ സാധിക്കും. നൂറുകണക്കിന് സാധാരണക്കാരായ രോഗികൾ ദിനംപ്രതി ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിൽ അനസ്തേഷ്യ വർക്ക് സ്റ്റേഷൻ പദ്ധതിയും ഏറെ പ്രയോജനകരമാണ്. 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7,000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.